നമ്മളങ്ങാടിയിലാണ് പോലെ അങ്ങാടിയിൽ നിന്ന് സ്വന്തം കണ്ടും പോലെ ഓള് തള്ളി സ്റ്റാർട്ടാക്കേണ്ട സിറ്റുവേഷനാണ്. ഇന്നാളും നമ്മൾ സ്റ്റാർട്ടാക്കിയതാണ് പോലെ. ഹായ് ജയമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയ ദിവസത്തേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുടെ പനി തലവേദന സ്വാഗതമുണ്ട്. ഞങ്ങൾ രണ്ടാളൊന്ന് ഒരുമിച്ചാണ് കുളിച്ചത് അല്ലേ. സെക്കൻഡ് കിട്ടി അല്ലേ. സെക്കൻഡ് കിട്ടിയില്ല നമുക്ക്. ഓക്കൊന്ന് ഫസ്റ്റ് കിട്ടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഫസ്റ്റ് അമ്മച്ചി കൊണ്ടുപോയി. സെക്കൻഡ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് കിട്ടി. പുള്ളിയൊക്കെ കഴിഞ്ഞു. ചായ കൂടി കഴിഞ്ഞു അല്ലേ. ഇവിടെ നോക്കില്ലേ, കാണില്ലേ. ഓക്കെ സ്കൂളുണ്ട്, സ്കൂൾക്ക് പോകണം. ഇജാപ്പ എടുക്ക് പോവാ. പിന്നെ അമ്മനെ സൂചി അടിച്ചാൻ പോണ്ടേ. ഓക്കറിയില്ല. ഓളെ അടിച്ചുവോ? എന്നാ പിന്നെ ഓള് വരണ്ട, വെറുതെ വേദനിച്ചും അല്ലേ. വൈകുന്നേരത്താണ്. അപ്പൊ ആണെങ്കിൽ നോക്കാം അല്ലേ. ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ജലദോഷം, കഫക്കെട്ട്, തലവേദന, പനിയായിട്ട് വല്ലാതെ കളിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പനീനെ പറയാത്തത്. അപ്പോൾ ഈ പറഞ്ഞതിൽ തലവേദന ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ലുക്കുമാൻ ഡോക്ടറെ മരുന്ന് അത് കൃത്യമായ മരുന്നാണ്. പക്ഷേ എങ്കിൽ എന്താ സംഭവം ചോദിച്ചാൽ ആ മരുന്ന് കുറച്ച് ഡോസ് കുറവാണ്. 2 ദിവസം കുടിച്ചപ്പോഴേക്കാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശ്വാസത്തിലേക്ക് നമ്മൾ എത്തിയത്. ഇന്നലെ വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ വീട്ടിൽ തന്നെ തല അനക്കാതെ ലാപ്ടോപ്പിൽ കുറച്ച് വീഡിയോ അങ്ങോട്ട് മാറ്റാണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അല്ലാതെ വണ്ടിയിൽ ഇങ്ങനെ തല കുലുങ്ങിക്കൊണ്ടുള്ള പരിപാടിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയ ഷോട്ടൊന്നുമില്ല. അത് ഊടിയൊക്കെ ഇട്ട് പോയില്ലേ, അതാണ് അവളെ പറയുന്നത് കഴിഞ്ഞ ദിവസം. അങ്ങനെ പിന്നെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ചായ കുടിച്ചിട്ട് പറഞ്ഞ പോലെ ഇഞ്ചക്ഷന് ബന്ധപ്പെട്ടൊന്ന് ഇങ്ങോട്ട് തന്നെ വരണം. വാ, എന്താ ചായക്കടി? നൂൽപുട്ടോ? നൂൽപുട്ടിനൊക്കെ 2 അടപ്പോ? സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയെന്ന് നൂൽപുട്ട്. അതിലേക്ക് ഗ്രീൻ പീസ് എന്തോ വല്ലാതെ അങ്ങോട്ട് വന്നിട്ടില്ലേ. അല്ല, ഇത് ഇങ്ങനെ ഒരു ടൈറ്റ് തോന്നിക്ക്. സാധാരണ ലൂസ് ഉണ്ടാവലുണ്ട്. ലൂസ് ഉണ്ടാവുന്നത് അത്ര ഉള്ളു. ഡയലോഗ് കഴിഞ്ഞു. ആ ടെൻറ്റിൻ്റെ ഈ കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലേ. ഏതായാലും ഈ ഒരു ടെൻറ്റ് ഏതായാലും മുതലായി. അടിപൊളി ടെൻറ്റ്. നേരത്തേക്കൊന്നും വെക്കരുത് കേട്ടോ. നോട്ടാ കണ്ണാടി മുക്ക് വെച്ചാ. അതാണ് ചാടി. ആ ഗണ്ണും അടിപൊളിയാണ്. അവൻ തന്നെ ഒരുപാടായി വാങ്ങിയിട്ട് അത് ഇല്ല. പട്ടാളത്തോക്കാണത്. പിന്നെ പട്ടാളക്കാരെ കയ്യില് ഇന്ത്യൻ ആർമി അത് നമ്മള് മൈസൂരിന്ന് ഉണ്ടാക്കും. ബസ്സിലോ? വീഡിയോ കണ്ടതാ? നമ്മളങ്ങാടിയിലാണ് പോലെ. അങ്ങാടിയിൽ നിന്ന് സ്വന്തം കണ്ടും പോലെ ഓള്. എന്തൊക്കെയാണ് ചങ്ങാരെ. വണ്ടി എവിടെ കിടക്കാണ്ടില്ല നമ്മൾ റോട്ടിൽ ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് സംഭവം. എന്താ വെച്ചാൽ കുഴങ്ങിട്ടാ തള്ളി സ്റ്റാർട്ടാക്കേണ്ട സിറ്റുവേഷനാണ്. ഇന്നാളും നമ്മൾ സ്റ്റാർട്ടാക്കിയതാണ് പോലെ. ബാറ്ററി ചാർജ് ആവുന്നില്ല, അല്ലെങ്കിൽ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ്. പുതിയ ബാറ്ററിയാണ്, ഗ്യാരണ്ടി ഉണ്ടാവും. ഗ്യാരണ്ടി മാറ്റി തരും സാധനം. കംപ്ലൈൻ്റ് ആണെങ്കിൽ, നല്ല വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെങ്കിൽ
മൂന്നാമത്തെ ഗിയറിലിട്ട് കംപ്രസം പിടിക്കുക. ഇറക്കത്തൊക്കെ ആണെങ്കിൽ ഒരാൾക്കെന്നെ സ്റ്റാർട്ടാക്കുക. തന്നെ ഞാൻ 3 ആളെ കൊണ്ട് തള്ളിച്ചിട്ടാണ് വീടിന്റെ മുറ്റത്ത് നിന്ന് കയറ്റിയത് കേട്ടാ. അവരൊക്കെ പോയി, ഞാൻ കജ്ജും കാലും കൈകത്തിന് അവരൊക്കെ പോയി. എന്താ പറയാ, 3ാമത്തെ ഗിയറിലിട്ട് കംപ്രസം പിടിക്കുക, ഇറക്കം വിടുക അല്ലെങ്കിൽ തള്ളുക. ഓട്ടോറിക്ഷ വേഗം സ്റ്റാർട്ട് ആവും കേട്ടോ. പിന്നെ നമ്മൾക്ക് ആദ്യത്തെ പരിപാടിയാണ്. ഇപ്പൊ സമയം നമ്മൾ 9 ഞാൻ 9 മണിക്ക് ഇറങ്ങിയതാണ്. അരമണിക്കൂറോളം ഇപ്പൊ വണ്ടി തള്ളി തള്ളി പാൻ്റൊക്കെ ചെളിയായി. നേരെ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രീഷ്യന്റെ അടുത്തേക്ക്, ബാറ്ററി വെച്ച കടയിലേക്ക്. അവിടെ പോയിട്ട് ചെക്ക് ചെയ്യണം ബാറ്ററി എന്താണ് രാവിലെ ആകുമ്പോഴേക്ക് ബാറ്ററി ഇറങ്ങണേലുള്ള കാരണം. ചാർജ് ആവാത്ത വിഷയമാണോ? ചാർജ് ആവാത്ത വിഷയമല്ല, ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ് വണ്ടി. ഇനിയിപ്പോ സ്റ്റാർട്ടിങ് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കണം. അതൊന്നില്ലാതെ ഈ ഒരു ഇന്നലെ തോട്ടിലൊക്കെ എത്രമാനം വെള്ളം, നല്ല വെള്ളം കൂടി, നല്ല മഴ പെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ഫാൻ ഉണ്ടല്ലോ, അത് ഈ ഫാന് കണ്ട, ആ ഫാന് ഇന്നലെ നമ്മൾ കുറച്ചു നേരം ഉപയോഗിച്ചു. അതിന് ശേഷം ഇങ്ങനെ വന്നു. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോഴാണ് കാര്യമായിട്ട് വരുന്നത്. അപ്പൊ അത് ഡയറക്റ്റ് ആണോ എങ്ങനെയാണോ കൊടുത്തത് ബാറ്ററി ഇറങ്ങുന്ന ടൈപ്പ് ആണെങ്കിൽ അത് മാറ്റണം. അത് മാറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ബാറ്ററി ഇറങ്ങുന്നുണ്ടാവാം. കഴിഞ്ഞിട്ടോ കനറ ബാങ്കൊക്കെ ഒരു ചേച്ചിനെ കിട്ടി സ്റ്റാൻഡിൽ നിന്ന്. ഞാൻ ആ ചേച്ചിനെ കണ്ടിക്കണ്, എനിക്കറിയാം അത് ചേച്ചി കനറ ബാങ്കിക്ക് ഉള്ളതാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രീഷ്യന്റെ അടുത്തേക്ക് പോകുന്ന വഴിയിലാണ് കനറ ബാങ്ക് ഉള്ളത്. പോണ വഴിയില് ലോക്കലുമായി വണ്ടി കുറച്ച് സ്റ്റാർട്ടിങ്ങിലുമായി. ഇനിയിപ്പോ ആ ചെങ്ങായിമാർക്ക് ഇതിന്റെ സൂക്കട് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമാക്കി കൊടുക്കാനാണ് പണി. പിന്നെ അവരുടെ എന്തൊരു മിഷനോ കാര്യം എന്തോ അല്ല, ഇതിന്റെ ചാർജ് ചെക്ക് ചെയ്യണതോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കംപ്ലൈന്റ് ആണോ അല്ലേ എന്നൊക്കെ നോക്കണം. അങ്ങനെ എന്തോ ഉണ്ട്. അതായത് ഒരു വന്നിക്കണാവും. ഇപ്പൊ സമയം 9:40 ആയിട്ട് കാര്യമില്ല. ഒരു 10 മണിയൊക്കെ ആവും ഓലൊക്കെ പൂർണ്ണമായിട്ടും സജ്ജമാകാൻ വേണ്ടിയിട്ട്. സജ്ജമായിക്കണോ അറിയില്ല. സജ്ജമായിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. 10 മണി 10:15 ആകുമ്പോഴത്തേന് ചിന്നു ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ട് പോകണം. നേരത്തെ ആര്യം ഉണ്ടായപ്പോ ആ സമയം പറയാറുണ്ടോ, മറ്റേ ഓക്കും പോരണം പറയണം. അല്ലെങ്കിൽ തന്നെ സ്കൂൾ പോകാൻ ചെറിയൊരു മടി കാട്ടി നിൽക്കുകയാണ്. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടില്ലേ, എന്താ ഭംഗി. റോഡിന്റെ സൈഡും ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പച്ചയായി കിളിർത്ത് വന്നിട്ട് നല്ല ഭംഗിയാണ്. വന്നിട്ടൊക്കെ ഉണ്ട്, നമ്മളാളും വന്നിട്ടുണ്ട്. ഉണ്ണിയേട്ടാ കമോൺ. അവിടെ നമുക്ക് നിർത്താം ധൈര്യമായിട്ട്. ഇന്ന് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് നമ്മളുടെ ബാറ്ററി. കുഴപ്പമൊന്നുമില്ല. ആളായിട്ട് ഉള്ളിൽ കയറി പോയിക്കണം. ഒന്നും പറയാതെ പോയി നോക്കാം. വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല. നമ്മളെ യാത്രയിലൊക്കെ നമ്മള് ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാണ്ട് ഉണ്ണിയേട്ടനെ വിളിച്ചു. ഉണ്ണിയേട്ടൻ പറഞ്ഞു തന്നു നമ്മുടെ ഉണ്ണിനായിട്ട് നമ്മള് എന്താ പറയാ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോയെന്ന്. ആ ഉണ്ണിയേട്ടനാണ് ഈ ഉണ്ണിയേട്ടൻ. ഇതാണ് ആള് കേട്ടാ. ഇദ്ദേഹത്തെ വിളിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഡൈനാമോന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ അന്ന് ഉമ്മീന്റെ ഒക്കെ തീർത്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ആക്കുന്നത് അങ്ങനെ ആയോ വീണ്ടും? വല്ല ചെറുതാ. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന എത്ര ആളുകളുടെ കേസുകൾ പരിഗണിക്കും, ഓരോന്നും തൊട്ട് വെക്കും. ഓ മൈ ഗോഡ്. ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് കാര്യമില്ല. എത്ര അടുക്കി പെറുക്കി വെച്ചാലും വീണ്ടും അങ്ങനെ തന്നെ ആവുകയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞപ്പോ അടുക്കി പെറുക്കി വെച്ചതാണ്. അങ്ങനെ ഇതിന്റെ പോലെ. ഇതാണ് നമ്മുടെ ബാറ്ററി. നമ്മളിപ്പോ കഴിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതിന് പക്ഷെ പച്ചയാണല്ലോ കത്തണേ. ഇതിന്റെ ഇൻഡിക്കേറ്ററിൽ പച്ചയാണല്ലോ അല്ലേ? മറ്റേ രാവിലെ വണ്ടി ഓടും, രാവിലെ വണ്ടി ആട്ടോല ഒരു പാമ്പിന്റെ ജഡം ഞങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മൈ ഗോഡ്. നമ്മൾ ചെന്നു, നമ്മളുടെ ബാറ്ററി ചെക്ക് ചെയ്തു, സ്റ്റാർട്ടിങ് ചെക്ക് ചെയ്തു. ആദ്യം നമ്മുടെ സ്റ്റാർട്ടിങ് ചെക്ക് ചെയ്തു, പിന്നെ നമ്മുടെ ബാറ്ററി ചെക്ക് ചെയ്തു. നിങ്ങൾ കണ്ടല്ലോ അതിൽ ചാർജ് കയറുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഒക്കെ ചെക്ക് ചെയ്തു. പക്ഷേങ്കില് എന്താ പറയാ, അത് ക്ലിയർ അല്ല. അപ്പൊ ബാറ്ററിക്കാണ് കംപ്ലൈന്റ് എന്ന് മനസ്സിലാവുകയും ഉണ്ണിയേട്ടൻ എന്താട്ടി ബാറ്ററി ചേഞ്ച് ചെയ്ത് തന്നു. അതായത് നമ്മുടെ പുതിയ ബാറ്ററിയാണ്, നമുക്ക് ഗ്യാരണ്ടി ഉള്ളതാണ്. 2 വർഷം പോലും ആയില്ല. നമ്മളിപ്പോ കഴിഞ്ഞ യാത്രക്ക് പ്രൈവറ്റ് ഓട്ടോറിക്ഷ കൊണ്ടുപോയില്ലേ, അന്ന് ആ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാൻ ഈ പുതിയ ബാറ്ററി.
ഇപ്പൊ ആ ഓട്ടോസ്റ്റേജ് കിടക്കുന്നത് ഒരു ഇതിന്റെ പഴയ വണ്ടിന്റെ അതിന്റെ ഒക്കെ ഒരു ബാറ്ററി പ്ലസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബാറ്ററിയാണ് ആ പ്രൈവറ്റ് കിടക്കുന്നത്. അതിന്റെ ബാറ്ററി തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പ്രൈവറ്റിന്റെ പോയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അത് സ്റ്റാർട്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ബാറ്ററിക്ക് എന്തായാലും ചെറിയ കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നുണ്ട്. ഒന്നിലേറെ നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കംപ്ലൈന്റ് ആവും. ആ ബാറ്ററി ഞാന് പ്രൈവറ്റ് ഓട്ടോസിന്റെ ബാറ്ററി ഞാന് ഇതേപോലെ യാത്രക്ക് വേണ്ടിയിട്ട് ഏതൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. പിന്നീട് അത് നമ്മുടെ കയ്യിൽ വെച്ച് അങ്ങനെ തന്നെ അത് കുറെ കാലം ഉപയോഗിക്കാതായി. പിന്നെ വേറെ നമ്മളെ ഇതിന്റെ മുമ്പ് വന്ന ഒമിനിക്ക് നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചു. എന്നിട്ടാണ് ഒമിനിക്ക് ഈ ഒരു ബാറ്ററി പുതിയതായിട്ട് വാങ്ങുന്നത്. ഈ ബാറ്ററി അല്ല, വേറെ ബാറ്ററി പുതിയ വാങ്ങി. അത് പിന്നെ കുറച്ചുകൂടി ആംബിയറുള്ള ബാറ്ററി ആയിക്കോട്ടെ എഴുതിയിട്ട് നമ്മൾ അങ്ങനെ വാങ്ങി. നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം. അപ്പൊ ഈ ബാറ്ററി അവിടെ വീണ്ടും കിടക്കുന്നു. പിന്നെ ഈ ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ വന്നപ്പോഴാണ് അതിന്റെ ബാറ്ററി പോയി എന്ന് പറഞ്ഞപ്പോ ഞാന് ആ ബാറ്ററി ഇട്ടിട്ടത്. അതുമ്പോഴായിരുന്നു നമ്മള് തുടക്കത്തിലൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇനി അതേപോലെ ആ ബാറ്ററി പണി തന്നാലെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു ബാറ്ററി ഇപ്പൊ ഈ വണ്ടിക്ക് കിടക്കണ ഈ പുതിയ ബാറ്ററി വാങ്ങിയിട്ട് ഞാൻ ആ പ്രൈവറ്റ് ഓട്ടോറിക്ഷ ഇട്ടിട്ട് നമ്മൾ തമിഴ്നാട് യാത്ര പോയി വന്നിട്ട് ഈ ബാറ്ററി ഞാൻ നേരെ ഈ വണ്ടിക്ക് കയറ്റി. പുതിയ ബാറ്ററി, ആ പഴയ ബാറ്ററി ഞാൻ നേരെ ആ പഴയ വണ്ടിക്ക്. ആ ബാറ്ററി അവിടെ വെച്ചേക്കല്ലായിരുന്നു കേട്ടോ, സോറി. ആ ബാറ്ററി ഈ വണ്ടിമേ കുടുക്കി വെച്ചേക്കായിരുന്നോ. അത് ഈ വണ്ടി ആഴ്ചയിൽ ഓടാൻ കൊടുത്തിരുന്നോ. ഈ വണ്ടി ഓടാൻ കൊടുത്തിരുന്നു ബ്രേക്കില്. അപ്പോ ബ്രേക്കിന് ഓടാൻ എന്റെ ഫ്രണ്ടാണ് ബ്രേക്കിന് ഓടാൻ കൊടുത്തപ്പോ ഞാൻ ഈ വണ്ടിന്റെ ബാറ്ററി ഈ വണ്ടി കിട്ടുക. അങ്ങനെയൊക്കെ ബാറ്ററിന്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതായാലും ബാറ്ററി മാറ്റി കിട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആയി. പുതിയ ബാറ്ററി മിയ ഇത് ഓടിയാൽ മതി. ചാർജൊക്കെ ആവുന്നുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്തു. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട്. കൈനീട്ട 30 കിട്ടി. 9:50 55. ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോകാനായി. ചിന്നുവിനെ കൊണ്ട് പോകാനായി. ഞാൻ വീട്ടിലാണ്. അപ്പൊ ഞാൻ ചിന്നുവിനെ കൊണ്ടേ ഇഞ്ചക്ഷൻ വെച്ചിട്ട് വരാം. ടി ടി അടിക്കാനാണ് പോണത്. കുറച്ച് കറി വെക്കാനൊക്കെ ഉള്ളതൊക്കെ വാങ്ങി. ഒരു ചിക്കനെ വാങ്ങി. അതുപോലെ തന്നെ ഒരു 2 ലോക്കൽ എടുക്കും കേട്ടോ. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 10:25. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മളുടെ ഹെൽത്ത് സെന്റർ. അപ്പോൾ ഹെൽത്ത് സെന്ററിലേക്ക് ടി ടി അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുട്ടികൾക്കും ഉണ്ടാവും, അതേപോലെ തന്നെ വലിയവർക്കും ഉണ്ടാവും. വലിയവർക്ക് പറഞ്ഞാൽ ഗർഭിണികൾക്കും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഏതായാലും ഇവിടെ നിൽക്കുന്നുണ്ട്. ഹെൽത്ത് സെന്ററിലെ തിരക്കൊന്നും കാണാനല്ല. ടി ടി അടി പെട്ടെന്ന് കഴിഞ്ഞിരിക്കണമെങ്കിൽ നമ്മളുടെ ഓട്ടം തുടരാമായിരുന്നു. കുറേ നേരമായി. ഇന്ന് നല്ല പെയ്ത്താണ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ആകെ നനയെന്ന് പറഞ്ഞാലേ വണ്ടി നമ്മളുടെ ബാക്കിലുള്ള ആൾക്കാർക്ക് അറിയില്ല വണ്ടി പോയണോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഈ വണ്ടിയിൽ ആളില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കാരണം ഇതിന് മുന്നിൽ വണ്ടി പോയണോ ഇല്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ അറിയില്ല. മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ടുള്ളല്ലോ. അപ്പൊ എന്റെ വണ്ടിന്റെ ബാക്കിൽ ഒരുപാട് വണ്ടികൾ. ഇവിടെ ആകെ 2 വണ്ടിയെ മുന്നിലുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ആ സൈഡിൽ കൂൾബാറിന്റെ ആ ഒരു ഭാഗത്ത് എത്തുമായിരുന്നു. അവിടെ തൊട്ട് പാഞ്ഞു വന്ന് വണ്ടി എടുത്തതാണ്. അല്ലെങ്കിൽ ഇവിടെ ആരിലൊക്കെ കൊണ്ടുവന്ന് കാർ എന്തിനൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇതിന് ബുദ്ധിമുട്ടാവും. 11:47 ഫസ്റ്റ് ഗ്യാപ്പിലാണ്. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒരു മനുഷ്യല്ല. പിന്നെ കൊട എടുക്കാതെ പോന്ന കുറച്ച് ആൾക്കാർ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങിന്റെ മറവിലേക്കൊക്കെ പാഞ്ഞു കയറുന്ന കാണാം. അതുപോലെ തന്നെ കൊട എടുത്ത ആളുകളൊക്കെ 1-2 പേരൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാണാം. മഴക്കാല കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാം. മുന്നിലിരുന്നപ്പോൾ നമ്മൾക്ക് കിട്ടി ഒരു 30 രൂപയുടെ ട്രിപ്പ് നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. റിട്ടേൺ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മഴ ആയതുകൊണ്ട് ആളുകൾ ബിൽഡിങ്ങിന്റെ ചോട്ടിലേക്കൊക്കെ മാറി നിന്നേക്കും മഴ കൊള്ളാതെ. അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്ന് കണ്ണൊട്ടിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ മടക്കോ ട്രിപ്പോ ഒക്കെ ഉണ്ടാവും. അധികം ഇനി മടക്കങ്ങളോ അല്ലാതെ കുറവായിരിക്കും. മഴ എങ്ങനെ ഉണ്ടാവുമ്പോഴേ ആളുകൾക്ക് എങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മള് അവരങ്ങാടിയിൽ ഇറങ്ങേണ്ട ആളുകള് അങ്ങാടിയിൽ ഇറങ്ങാതെ ഒരു കടയുടെ പേരൊക്കെ പറഞ്ഞ് ആ കടയിലേക്കൊന്ന് ആക്കി തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ആ കടന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും മിനിമം ചാർജ് പോയിന്റായി മാറും. ചെങ്ങന്മാരെന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചന്റെ ഒരു ഓണമല്ല, അങ്ങനത്തെ ഒരു ദിവസം. എന്തൊക്കെയാലും കുഴപ്പമില്ല. ഇപ്പൊ സമയം 1:41 ആയിട്ടുണ്ട്. 4-ാമത്തെ 5-ാമത്തെ ഒരു ലോക്കലാണ് ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയില്ല. അവൻ തന്ന ട്രിപ്പാ ഇതിനകത്തേക്ക്. ഗേൾസ് സ്കൂളാട്ടാ. ഇവിടെ ഒരുപാട് മക്കളുണ്ടാവും. ഒരു കാലത്ത് ബോയ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറാൻ വലിയ ആഗ്രഹമായിരുന്നു. നമ്മളൊക്കെ ഈ 10ാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് ഇതിനകത്ത് കയറിയൊക്കെ നമ്മളെ മക്കളായി. അല്ലേ? ഇവിടെ എവിടുന്നോ ഒരു ടീച്ചർ എടുക്കാനാണ്.
ഞാൻ ഇതിന്റെ മുമ്പും വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാ പണി നടക്കുക? അതൊക്കെ ടീച്ചർമാരെ മാഷന്മാരുടെ വണ്ടിയാണോ? വണ്ടിയാവാ. ഞാനൊരു സ്കൂളിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂളിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ. ഇവിടേക്ക് ഇങ്ങോട്ടാവും നിർത്തേണ്ടി വരാം. അങ്ങനെയെങ്കിൽ ആ ദൗത്യം കഴിഞ്ഞു. ഇപ്പൊ സമയം 1:50. എന്തായി? ഊണ് കഴിക്കാനുള്ള സമയമായി. ഇനി പോയിട്ട് വേഷമായിട്ട് ഊണ്. ഇന്ന് ചിക്കനാണല്ലേ? അല്ലെങ്കിൽ കുറച്ച് ദിവസമായി ചിന്നു സാമ്പാറിനെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് 2 കഷ്ണം ഇട്ടുകൊണ്ടും സാമ്പാർ ഉണ്ടാക്കാം. ആ ടൈപ്പിലൊക്കെ അവള് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ മീനും ചിക്കനും ഒന്നും കിട്ടാതായപ്പോഴായിരുന്നു അത്. ഇപ്പൊ എന്തായാലും മീനും ചിക്കനൊക്കെ കിട്ടൽ തുടങ്ങി. ചിക്കൻ എന്തായാലും കിട്ടിയിരുന്നു. എനിക്ക് പിന്നെ ചിക്കൻ വല്ലാതെ നമ്മൾ അങ്ങനെ കഴിക്കാറില്ല. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീനാ. മീൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഈ വത്തൽ മീൻ, എന്റെ മോനെ, വത്തൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കണ കഴിപ്പ്. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ യാത്ര ചെന്നൈയിൽ പോയപ്പോ, ചെന്നൈയിൽ നമ്മളുടെ ബാബുവേട്ടനും ഫാമിലി, അവര് മീനൊന്നും കഴിക്കാത്ത, അവര് വെജാ ഫുള്ള്. എന്നിട്ട് അവര് എനിക്ക് വേണ്ടിയിട്ട് അവര് ഈ വത്തല്, അന്ന് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ വത്തല് മേടിച്ച് അവരങ്ങനെ കുക്ക് ചെയ്ത് അവരെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. എന്താ പറയാ, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നോണ്ടാണ് ഞാനിതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ പറയല്ലേ. അപ്പൊ കഴിക്കാത്ത അവര് പോലും എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് പറയാം. ഏതായാലും ഞാൻ ഇനി നേരെ വീട്ടിലേക്ക്. ഇതൊരു 70 രൂപയുടെ ട്രിപ്പായിരുന്നു. മൊത്തം നമ്മള് 230 രൂപയ്ക്കാണ് ഉച്ചവരെ ഓടിയത് കേട്ടാ. വീട്ടിലെത്തിയപ്പോ നല്ല ബുക്ക് പൊതിയണ പരിപാടികളിലാണ്. എനിക്ക് ആദ്യം ഇഷ്ടമുള്ള ഒരു പരിപാടി ഇതായിരുന്നു, ബുക്ക് പൊതിയാൻ. ഇല്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടാ ബുക്ക് പൊതിയുണ്ടോ? ഈത്ത ഇങ്ങനെ തല തിരിച്ചാണ്ട് ഇതിങ്ങനെ ആകുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും. വേഗം നമ്മളിങ്ങനെ നോക്കുക. കുഴപ്പമില്ല. ഞാൻ അത് പറിക്കൊന്നും വേണ്ട കേട്ടോ. അത് സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെയാണ് വരാറ്. അമ്മൻ്റെ തൊഴിലുറപ്പിൻ്റെ ബുക്ക് വരെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എനിക്ക് പിന്നെ ബുക്കില്ലാത്തതുകൊണ്ട് ഇറക്കില്ല. അല്ലെങ്കിൽ ഞാൻ വായന നമുക്ക് ഇവിടെ ലൈബ്രറി സെറ്റപ്പ് പോവാം. വായന തുടങ്ങാൻ വേണ്ടി പോവാം. കുറച്ചുകൂടി അറിവ് വേണം. അതൊക്കെ ഒഴിവായി വെച്ച് പഴിച്ചിട്ട് വെച്ചാൽ എന്നിട്ട് ലൈബ്രറി ഉണ്ടാക്കണം. ആദ്യം ഓരോരോ ബുക്ക് വാങ്ങിയാൽ മതി. അപ്പം ചിക്കനുണ്ട്, പയറുണ്ട്, പപ്പടമുണ്ട്. ജൂനിയർ മാൻഡ്രയൊക്കെ സിനിമയുണ്ട്. അവർക്ക് കാണിക്കുമ്പോൾ ടി വി ഇത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മിന്നിക്കൊണ്ടാണ്, എന്തൊക്കെ മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കട്ടെ. ചിക്കനൊക്കെ അങ്ങോട്ട് വായി എറിഞ്ഞിക്കണെങ്കിൽ അതൊക്കെ ഇതല്ലെങ്കിലും ശരി കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറീൻ്റെ ആ ഒരു കോലത് വന്നിട്ടില്ല. കറണ്ട് ഇല്ലേന്നും പോലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു പോരായ്മൊക്കെ ഉണ്ടാവും. സമയം ചെങ്ങന്മാരെ 4:20. ഈ ഒരു നേരത്തെ അങ്ങാടിയിലേക്ക് വായിച്ച കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോകുന്നു. ജോലി കഴിഞ്ഞ ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് പോകുന്നു. കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ ഉള്ളത് പോലെ തോന്നുന്നു. ഓട്ടം വളരെ കുറവാണ്. ആകെ 2 ലോക്കലാണ് ഉച്ചയ്ക്ക് ശേഷം വന്നത്. 60ഉം ഒരു 2 മടക്കും. അപ്പൊ 80 രൂപ. 2:30 നമ്മൾ വന്നിട്ടില്ലേ? 2:30 വന്നിക്കണേ കേട്ടോ. 2:30 വന്നിക്കണേ. ഇതാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻ്റെ നിലമ്പൂര്. അവിടെ നിന്ന് അവസാനം തുടക്കം. ഇവിടുന്ന് ഇനി ചെന്നൈയിലേക്ക് പോകണം. എനിക്കൊരു 70 രൂപ ട്രിപ്പ് കിട്ടിയതാണ്. ഇവിടുന്ന് ഈ ചെന്നൈയിലേക്കൊക്കെ ട്രെയിൻ ഉണ്ട്, വരും എന്നൊക്കെ അങ്ങനെ ചെറിയൊരു ഹ്യൂമർ കേൾക്കുന്നുണ്ട്. വരുവാണെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് ചെന്നൈയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളായി. ഇപ്പോൾ ഉള്ളത് മെയിനായിട്ടുള്ളത് തിരുവനന്തപുരം, കോട്ടയം, പിന്നെ ഷൊർണൂര് ഇടക്കും തലക്കുണ്ട്. ആദ്യം വെറും ഷൊർണൂര് മാത്രമുള്ളായിരുന്നു. പിന്നെ രാജാറാണി വന്ന് ചരിത്രം കുറിച്ചു തിരുവനന്തപുരം. അത് കഴിഞ്ഞിട്ട് കോട്ടയം എക്സ്പ്രസ് വന്നു. ഇപ്പോൾ ഒരു മെമ്മോ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ആ മെമ്മോ കണ്ണൂർ വണ്ടിയാണ്. കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഷൊർണൂരിൽ നേരെ കണ്ണൂരിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇവിടുന്ന് ഈ ഒരു നിലമ്പൂരിന് ഒരു
എന്താ കോഴിക്കോട് ഭാഗത്തേക്ക് ട്രാക്കും കൂടി മാറും. എന്താ വെച്ചാല് ആ ഭാഗത്തേക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ നിലമ്പൂരിനൊരു ജംഗ്ഷനാക്കി മാറ്റും. നടക്കാവോ എന്തായാലും ഗേറ്റ് അടച്ചാണ്. നമുക്ക് നൈസായിട്ട് വണ്ടൂർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് പറ്റും. സുഹൃത്തുക്കളെ, സമയം 5:10 5:10 എനിക്ക് ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ കയറി പോകണം. ശാന്തി എന്ന് പറയുന്ന സ്ഥലം ദൂരം 6.5 കിലോമീറ്റർ ആണ് നമ്മൾ പോകുന്നത്. 6.5 കിലോമീറ്റർ നമ്മൾ ഇവിടുത്തെ ചാർജ് നമ്മൾ വാങ്ങിക്കുന്നത് 140 രൂപയാണ്. 140 രൂപ പറയുന്നു, അവർ തരുന്നു. അവർ പറഞ്ഞ അവർക്ക് തന്നെ അറിയാതെ തോന്നുന്നു. അവർ 140 കറക്റ്റ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും വെറുതെ ചോദിച്ചവര് എത്രയാണ്. ചിലപ്പോ അവർ ചിക്കൻ മേടിക്കാൻ വേണ്ടിട്ടോ നിർത്തിയായിരുന്നു. അവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കും. 10 രൂപ എന്തെങ്കിലും ഏറെ വേണ്ടി വരും. അങ്ങനെ ആവാം എന്ന് കരുതുന്നു. സമയം 6:45. ആഹാ, സ്കൈയെ കാണാൻ രസല്ലേ. വണ്ടികളൊക്കെ നൈസായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഓടിത്തുടങ്ങി. ഒരു ലോക്കല് കിട്ടിക്കണേ മൂവ് ആകരുത്. ആ മുന്നത്തെ വണ്ടിയില് ഭായിമാരെ സാധനം വെച്ച് പോയിക്കണാറ്. സാധനം വെക്കാറിന പലചരക്ക് സാധനങ്ങളെ. എന്തായിട്ട് എപ്പോ നിങ്ങളോടോ? അത് ഇന്നോടല്ല, ബാക്ക് താരമാണ്. അവിടെ നേരെ വിളിക്കണ്ട, പാലത്തിനതാ പറയണേ, ഇന്നല്ല. സമയം 7:30. ഞാനൊരു 40 രൂപയുടെ ലോക്കൽ കൂടി പോകുന്നതാണ്. അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലോക്കലും കൂടി എടുക്കാം. എന്തായാലും ഞാൻ പോവുകയാണ്. ഇപ്പൊ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്തത് കൊണ്ട് തന്നെ പാടങ്ങളിലൊക്കെ വെള്ളമായി. തവളകളൊക്കെ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഒരുപാട് വലിയ തവളകളൊക്കെ റോട്ടിലേക്ക് കയറി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പാടങ്ങളിൽ നിന്ന് സൗണ്ട് വളരെയധികം ഈ ചീവീടുകളുടെയും തവളകളുടെയും മറ്റു പ്രാണികളുടെയും ഒക്കെ ആയിട്ടുള്ള പല ജാതി സൗണ്ടുകൾ നമുക്കൊരു പാടവത്തിൽ നിന്നാൽ കേൾക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പോ ഈ ഒരു പാടമാണെങ്കിൽ ഇപ്പൊ 2 സൈഡ് പാടമാണ്. അതുപോലെ തന്നെ എൻ്റെ പാലത്തിന്റെ അവിടെ, ഞങ്ങളുടെ നാട്ടിലെ തോടിന്റെ പാലത്തിന്റെ അവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ, ഈ ഒരു നേരത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചെവി കേൾക്കാൻ വേണ്ടി പറ്റില്ല. അത്ര കണ്ട് ചെവിടുകളുടെയും തവളകളുടെയും ശബ്ദമാണ്. അപ്പോൾ ഇത്രയും കാലം ഇവരൊക്കെ റെസ്റ്റിലായിരുന്നു. ഇപ്പൊ മഴ പെയ്തു, വെള്ളം വന്നപ്പോ അവരൊരു ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. അവർക്ക് എന്താ വലിയ ഉത്സവം വന്നതുപോലെയാണ്. കാരണം അവർക്ക് അവരുടെ പ്രത്യുൽപാദന ശേഷി, അതുപോലെ തന്നെ അവരുടെ തലമുറകൾ സൃഷ്ടിക്കാനുള്ള സമയമായി വീണ്ടും. അതാണ് അവർ ഇത്ര ആഘോഷിക്കുന്നത്. മുട്ടായി ചെറുത് 2 കൊണ്ടുവന്നേക്കണേ. പിന്നെ ഏതാ വണ്ടീന്? ഇത് പാലാണ്. എനിക്ക് പാല് ഇഷ്ടല്ലേ? ഇല്ല, എന്നാ ഞാൻ നാളെ തൊട്ടാ കൊണ്ടുവരില്ല കേട്ടോ. തൽക്കാലം എന്നാ തിന്നളാ. എന്നാ കൊണ്ട നോക്ക, ഞാൻ തിന്നട്ടെ. എന്താ ഇത് പറ്റൂല പോലെ. ഇത് ഡയറി മിൽക്കാണ്. ഇത് ചോക്ലേറ്റിന്റെയാണ്. പാലിന്റെ ചോക്ലേറ്റിന്റെ അങ്ങനെ ഉണ്ടോ? അതിപ്പോ എനിക്കറിയില്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ കൊണ്ടുവരുന്നല്ലേ. മൊത്തം 700 രൂപയ്ക്ക് ഓടി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9:25 ആയിട്ടുണ്ട്. വീട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി നാളത്തെ ദിവസം നമുക്കൊരു കല്യാണ തലേന്നും കൂടി ഉണ്ട്. അപ്പോൾ മുഴുവനാക്കാൻ വേണ്ടി പറ്റില്ല, കുറച്ചേരൊക്കെ ഷൂട്ട് ചെയ്ത് നിർത്തേണ്ടി വരും. ഇത് തൽക്കാലം 1000 എങ്ങനെയൊക്കെ പിടിപ്പിക്കട്ടെ, നോക്കട്ടെ. ഇതൊന്നും തിന്ന് നോക്കിയിട്ട് ഇജ്ജ് കരുതിയ മുട്ടായി അല്ലത്, ഇത് വേറെ മുട്ടായിയാണ്. മനസ്സിലായോ? അത് ഫുള്ള അമ്മർത്തിട്ടോ. അങ്ങനെ കാട്ടിയാലോ? അങ്ങനെ കാട്ടിയാലോ? ആക്കരുത്, അത് തൈരാണ്. അത് അങ്ങനെ നക്കി തിന്നണ്ട. അത് ചിന്തലമേത്ത് കൂടി ഉണ്ടല്ല. അത് മാറിക്ക്. ഈ വീഡിയോ വൈൻഡപ്പ് ആയിക്ക. എന്നാ ശരി, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. മുട്ടായി ഇല്ലാത്തോണ്ടാ? അപ്പോൾ ഓള് ഇങ്ങോട്ട് പറയാമെന്ന് വെച്ചാൽ ചോക്ലേറ്റ് മുട്ടായി ഇല്ല, അതുകൊണ്ട് ഓള് ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ് ഒന്നും പറയില്ല എന്നാണ്. ഞാൻ പറയട്ടെ?
നാളെ കാണാം.